നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. The Emperor, Three of Wands, Five of Cups, The Hanged Man, The Chariot, Queen of Pentacles, Death, Ten of Wands, Page of Pentacles. Understanding, escape, disagreements, responsibilities, time, broken, overwhelmed, dishonesty. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു എംബറർ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണെങ്കിൽ അവരൊരു എംബറർ എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് ഡിസഗ്രിമെൻറ്റ്സ് ആണ്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലും അതിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ഒരിക്കലും അത് സ്വീകരിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. അവർ പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു തീരുമാനത്തിലും അവരുടെ ഒരു ഡിസിഷനിലും ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അവിടെ മറ്റൊരാളുടെ ഒപ്പീനിയന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. എംപറർ എനർജി എന്ന് പറയുമ്പോൾ അവർ ഒന്നുകിൽ മാരീഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവർ ഒരു അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന അതുപോലെ ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യാത്തൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ കുറച്ച് ഇമോഷണലി കാര്യങ്ങളെ കാണുന്നൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവുന്നത്. നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഒരു തവണ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തി ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന്
ഒരിക്കലും അവരുടെ ഭാഗം മാത്രമാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അവർ ആണ് ഓക്കെ, അല്ലെങ്കിൽ അവരാണ് ശരി എന്നുള്ള ഒരു ഒരു കടുംപിടുത്തം പിടിക്കുന്ന, അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റിയാണ് ഇവർ. അതുപോലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത, എത്ര സ്നേഹം ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവരത് എക്സ്പ്രസ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങളോടൊരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതുപോലും അവർ തുറന്ന് പറയില്ല എന്നുള്ളതാണ്. അതും അവരുടെ മനസ്സിൽ അങ്ങനെ വെച്ച് ഹൈഡ് ചെയ്ത് വെക്കുന്നൊരു പേഴ്സണാലിറ്റിയാണ് ഇവർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ഒരുപാട് സംസാരങ്ങളും ഡിസഗ്രിമെൻസും ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഈ സെപ്പറേഷൻ പീരീഡ് ഉണ്ടായതിൻ്റെ പ്രധാന റീസൺ തന്നെ ഇവരുടെ ഈ ഒരു ക്യാരക്ടറാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ബ്രോക്കൺ മൈൻഡഡ് ആയിട്ടാണ്. ഇവിടെ അത്രയും വിഷമത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടൊരു ഫീലിങ്സിലാണ് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് അവിടെയും അവർ. പക്ഷേ അത്രയും നിങ്ങളെക്കാൾ ഒരു മാനസികമായിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് അവർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തുള്ളവരാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ അത്രയും ഡൗൺ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ അത്രയും ഡൗൺ ആണ്. എല്ലാം നഷ്ടപ്പെട്ടൊരു ഫീലിങ്സിൽ ഒറ്റപ്പെട്ട പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഒരാളും ഇല്ല എന്ന് തിരിച്ചറിയുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംസാരത്തിലുണ്ടാവുന്ന ഇഷ്യൂസ്, അതുപോലെ ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങളെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വിറ്റിട്ട് ഇവർ പെട്ടെന്ന് പോവുക, ഇതൊക്കെ നിങ്ങളെ അത്രയും പെയിൻഫുൾ ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു മനസ്സിൻ്റെ പെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് നിങ്ങൾക്കിത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ എസ്കേപ്പ് ചെയ്തിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കരിയറിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ടാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്ന പെയിൻ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു വേ ആണ് ഈ ഒരു എസ്കേപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങളുടേതായ സെൽഫ് ഗ്രോത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പെയിൻ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്തിലോട്ടാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഈ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങളെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒരു ഗ്രോത്തിലോട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിന്നിട്ടുള്ളത്. അതായത് അവർക്കൊരു നിങ്ങൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ആകെ ഡ്രൈൻ ആയി പോകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രെസ്സ്, അവരുടെ മനസ്സിലുള്ള സ്ട്രെസ്സ് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരവിടെ സ്റ്റെക്ക് ആയതിന് കാരണം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട്. പക്ഷേ അവരവിടെ സ്റ്റെക്കാണ് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എംബറർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി പേഴ്സൺസും ഇവിടെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം. ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ മുകളിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റെക്കാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. അവർ ഡ്രെയിൻ ആയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവർക്ക് എത്രമാത്രം സ്ട്രെസ്സ് മനസ്സിലുണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളെക്കാൾ അതായത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ പരമാവധി നിങ്ങളിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവർ ബാക്കോട്ട് വലിഞ്ഞു നിൽക്കും. അതായത് അവർ ഒന്ന് ബാക്കോട്ട് നിന്ന് സാവധാനം വരുള്ളൂ. കാരണം അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് അങ്ങനെ അവർ എത്ര പെട്ടെന്ന് വരിക എന്നുള്ള രീതിയിൽ വരില്ല. സാവധാന സമയം എടുത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഡിസ്ഹോണസ്റ്റി എന്ന് കാണുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക്
ഈ ഒരു പേഴ്സണിലുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിപ്പോൾ എൻഡായി എന്നുള്ള രീതി, ഇവിടെ ഡെത്ത് കാർഡ് ഒരു എൻഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു എൻഡിങ്ങിലാണ് ഈ റിലേഷൻ ഇപ്പോൾ എൻഡായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിപ്പോൾ റിലേഷനെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും എസ്കേപ്പ് ആവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെയിനിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത്. അവർക്ക് ഇതുപോലെ ചേർത്ത് നിർത്തണം, അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവർക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഈ റിലേഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്ത് പോകാൻ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ 3 ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ദ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ്. അതുപോലെ ഒരു ഡിസിഷൻ, നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവർ എടുത്തു കഴിഞ്ഞു, അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയിലോട്ട് മാറി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടൈം എന്ന് കാണിക്കുന്നുണ്ട്. അവർ പേടിക്കുന്നുണ്ട്, ഇനിയും നിങ്ങളിലേക്ക് വരാൻ വൈകിയാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഒരു ഭയത്തിലാണ് അവരിപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ തയ്യാറായത്. കാരണം നിങ്ങളുടെ കരിയറിലോട്ട് ഫോക്കസ് ചെയ്യുകയും നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻ്റെ ആ ഒരു പെയിനിൽ നിന്നും പുറത്ത് കിടക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ എനർജി കിട്ടാതെ ആവുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടി വരുവാണ്. അതായത് ഈ ഒരു റിലേഷൻ എനിക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്, ഞാനൊരു ആക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. ആ ഒരു ഡിസിഷൻ്റെ പുറത്ത് അവരൊരു ആക്ഷനും എടുക്കുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ഈ റിലേഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു സംഘർഷത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷനിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു കോണ്ടാക്റ്റ് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. അശ്വതി 1990, 1988, letter F, letter D, letter P, 1985, മകീര്യം, പോരാടം, തൃക്കേട്ട, പുണർത്തം, letter O, letter T, letter S. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.